ഞാൻ 1999 തൊട്ടുള്ള 2 വർഷം ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നേ. അപ്പോൾ ബാംഗ്ലൂരിലെ ആ സ്ലൈഡ്സ് വരുവാണ്. ആ ബാംഗ്ലൂരിലെ ബെൻസൺ ടൗണിൽ UTC ക്യാമ്പസിലാണ് ഞങ്ങൾ താമസിച്ചത്. അതിൻ്റെ ഒരു ഇച്ചിരി നടന്നാൽ മതി, അവിടെ ഒരു കാനറ ബാങ്ക് ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം ആ കാനറ ബാങ്കിൽ നിന്ന് തിരിച്ച് മടങ്ങി വരിക, ഞാൻ ഫുട്പാത്തിൽ കൂടെ നടക്കുക. ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ ഫുട്പാത്തെല്ലാം പൊളിഞ്ഞ് ഫുട്ടിന് കൊള്ളാത്ത രീതിയിലുള്ള പാത്തായിട്ട്, ഒരു പാത്ത് എന്ന് പറയാനില്ല, വല്ലാത്ത രീതിയിലാണ്. എന്നാലും ഞാൻ മെനക്കെട്ട് ഫുട്പാത്തിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്ന് പോവാം. അപ്പം വേറെ ഒരു നമുക്കറിയാവുന്നൊരു സഹോദരന് അതിലെ കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം റോഡിൽ കൂടെ തന്നെയാണ് നടന്നു വരിക. കാരണം ഫുട്പാത്തിൽ കൂടെ നടന്നു വരാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമില്ലാത്ത റോഡിൽ കൂടെ നടന്നു വരിക. അപ്പോൾ അത് എന്നെ കണ്ടിട്ട് പറഞ്ഞു, സാർ എന്തിനു മെനക്കെട്ട് അതിലെ കൂടെ നടക്കുന്നു, നല്ല നീറ്റായിട്ട് കിടക്കുന്നല്ലോ റോഡിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ഒന്നും ശ്രദ്ധിച്ചില്ല, കാരണം എൻ്റെ ചിന്ത മുഴുവനും ഉണ്ടടിച്ച് വീഴാതെ എങ്ങനെ നടക്കണമെന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ വളർന്ന ആ ഒരു പശ്ചാത്തലം, ആ രാജ്യത്തിൻ്റെ ഒരു ഓർഡർ, അപ്പോൾ ആ ഒരു ക്രമം, ആ ഓർഡർ, ഏതൊക്കെ ക്രമങ്ങളുണ്ടോ ഓർഡറുണ്ടോ അതിൽ തന്നെ പോകണമെന്നുള്ളൊരു മനോഭാവം, നിർബന്ധം എൻ്റെ മനസ്സിൽ കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാനങ്ങ് ശ്രമിക്കുന്നു. ഫുട്പാത്തിൽ കൂടെ നടക്കേണ്ടത്, അതുകൊണ്ട് ഫുട്പാത്തിൽ കൂടെ നടക്കുന്നു. റോഡിൽ കൂടെ വാഹനങ്ങൾ ഓടിക്കേണ്ടതാണ്. രണ്ടും 2 ചിന്താഗതിയാണ്, 2 ഫോക്കസ്, 2 മനോഭാവം. അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പെർസ്പെക്റ്റീവിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. നല്ലതാണോ അല്ലയോ അത് വേറെ ഡിസ്കഷനാണ്. ആ ഒരു വളർന്ന സാഹചര്യത്തിലുള്ള ആ ഒരു മനോഭാവം എനിക്കിപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാനിങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ പലരും എന്നെ സഹിച്ച് നിൽക്കുമായിരിക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദൈവരാജ്യത്തെ ഒരു ചട്ടക്കൂട്ടായി കാണുക. വരുന്ന ചില ആഴ്ചകൾ വിനേഡ് ചർച്ചസിൻ്റെ ചില മൂല്യങ്ങൾ, വാല്യൂസ് ഓഫ് ദ വിനേഡ് ചർച്ച്. വിനേഡ് ചർച്ചിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇത് വേറെ എങ്ങൊന്നുമല്ല, വചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്നാലും ഈ കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യപ്പെട്ട് കാണുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഇവിടെ ആരംഭത്തിൽ വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ കണ്ടു കാണും. ആ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ്? നമ്മൾ മറ്റുള്ളവരെക്കാട്ടി വ്യത്യസ്തമായിരിക്കാനുള്ള ശ്രമമാണോ? അതല്ല ഉദ്ദേശം. ഈ അടുത്ത ചില ആഴ്ചകൾ കാണാൻ പോകുന്ന ഇങ്ങനെയുള്ള ചില മൂല്യങ്ങൾ വചനത്തിൽ നമ്മളത് മുറുകെ പിടിക്കുന്നതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവരാജ്യം, ദി കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ദി കിങ്ഡം ഓഫ് ഗോഡ് ഇസ് എ ഫ്രെയിം വർക്ക് എന്നുള്ള വാക്കിന് ഒരു ഞാനിപ്പം ഫുട്പാത്തിൽ കൂടെ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ കാരണം എൻ്റെ മനസ്സിൽ ഒരു ഫ്രെയിം വർക്കുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്, ഒരു ചിന്തകളുണ്ട്. അതിനുള്ളിൽ തന്നെ ഞാൻ ചിന്തിക്കുകയും അതെൻ്റെ പ്രവൃത്തിയിലും വരുന്നു. നല്ലതാണോ അല്ലയോ അത് വേറെ വിഷയം. ഓക്കെ, ബട്ട് അതാ എന്നെ ഗൈഡ് ചെയ്യുന്നത്, എൻ്റെ പലപ്പോഴും എൻ്റെ പ്രവൃത്തിയെയും എൻ്റെ ചിന്താഗതിയെയും എല്ലാത്തിനും. ദി കിങ്ഡം ഓഫ് ഗോഡ് ഇസ് എ ഫ്രെയിം വർക്ക്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവരാജ്യത്തെ ഒരു ഫ്രെയിം വർക്കായിട്ട് കണ്ടു. അടുത്ത സ്ലൈഡിലോട്ട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ഈ പ്രാവശ്യത്തെ വാക്യങ്ങളെല്ലാം ഈ സ്ക്രീനെല്ലാം ഉണ്ട് കേട്ടോ. ബൈബിളിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫേബ
സ്ക്രീനിലുണ്ട്. എളുപ്പത്തിന് വേണ്ടി ഈ പ്രാവശ്യം അങ്ങ് വായിക്കാം. താങ്ക് യു സോ മച്ച്. വായിച്ചാട്ടെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ആരംഭത്തിൽ തന്നെ യേശു പറയാൻ തുടങ്ങിയ ഒരു കാര്യം ഇതാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം വന്നു, ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്നൊക്കെ യേശുക്രിസ്തു ഈ വാക്കുകൾ ഉപയോഗിച്ചു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുഴുവനും നമ്മൾ കാണുന്നു ഈ ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യം. അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ജീസസ് വാസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. നോക്കിയേ, യേശുവിൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്രമായിട്ടുള്ള ആ ഒരു 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 ഫാക്ടറായിരുന്നു ദൈവരാജ്യം. ആ ദൈവരാജ്യം ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലയോ, എൻ്റെ മനസ്സിൽ വേറെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുക. അതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ പ്രവർത്തിക്കാൻ നോക്കുന്നു. എന്നാലും അതൊരു പ്രശ്നമുണ്ട്, അതൊരു ഫോൾട്ടി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു ഫ്രെയിം വർക്ക് അല്ല ഇവിടുത്തെ ഫ്രെയിം വർക്ക്. അത് നടക്കത്തില്ല. ഒരു രീതിയിലും ആ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ഇല്ല. എന്നാലും യേശുക്രിസ്തു പറഞ്ഞു ദൈവരാജ്യം വന്നിരിക്കുന്നു. ദൈവരാജ്യം വന്നിരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ആരുടെ രാജ്യമാ? സാത്താൻ്റെ രാജ്യം. അതെങ്ങനെ നടന്നു? ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്ത് മുഖാന്തരം എന്ത് സംഭവിച്ചു? സാത്താന് പ്രവേശിക്കാൻ ഒരു അവസരം കിട്ടി. സാത്താൻ്റെ രാജ്യത്തിൻ്റെ ഒരു ആരംഭമായിരുന്നു. സാത്താൻ്റെ പ്രവൃത്തികൾ, സാത്താൻ്റെ ഫോക്കസ് ഇതാണ്: ദൈവം എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തുണ്ടോ, ദൈവത്തിൻ്റെ ഏത് കാര്യങ്ങളുണ്ടോ അതിനെ ഒന്ന് വിരൂപമാക്കണം എന്നുള്ള ചിന്തയായിരുന്നു ആരംഭം തൊട്ടേ. ഓർക്കുന്ന ഹവ്വയോട് പറഞ്ഞത് യഥാർത്ഥമായിട്ട് അങ്ങനെ ആണോ? ദൈവം അങ്ങനെ പറഞ്ഞോ? ആ ദൈവം പറഞ്ഞ കാര്യത്തെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ വിരൂപമാക്കുക. അതായിരുന്നു സാത്താൻ്റെ ആരംഭം തൊട്ടേ ഉള്ള പ്ലാനും പദ്ധതി അതായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്ലാനും പദ്ധതി അതാണ്. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങളുണ്ടോ അതിനെ വിരൂപമാക്കാനാണ് സാത്താൻ്റെ പ്രക്രിയ. സെൻട്രൽ മെസ്സേജ് ഓഫ് ജീസസ് ഇതാണ്, അല്ലേ? അപ്പം ദൈവരാജ്യം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇനിയും സുവിശേഷങ്ങൾ ഒന്നിടന്ന് വായിച്ചു നോക്കണം ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ കാണും യേശു അനേക പ്രാവശ്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നത്, പഠിപ്പിക്കുന്നത്, ഓരോ ഉപമകൾ പറയുമ്പോഴും പിന്നെയും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ ചില സമയത്ത് യേശു പറയും, എങ്ങനെയാ ഞാൻ നിങ്ങളോട് ദൈവരാജ്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്ന? ഏത് ഉപമ ഉപയോഗിക്കാൻ ഒക്കും? വേറൊരു രാജ്യത്തിൽ വളർന്നിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ളൊരു വ്യക്തി ഇവിടെ വന്ന് ആ രാജ്യത്തെക്കുറിച്ച് പല കാര്യം പറയാം. എന്നാൽ അത് യഥാർത്ഥമായിട്ട് മനസ്സിലാകണമെങ്കിൽ വലിയ പാടാണ്. എന്നാലും പല എക്സാമ്പിൾസ് കൊടുത്ത് വേണേൽ ഫോട്ടോ കാണിക്കാം, വീഡിയോ കാണിക്കാം, ഒരു ഐഡിയ കിട്ടും. എന്നാലും അവിടെ പോയി ഫ്ലൈറ്റിൽ പോയി യാത്ര ചെയ്ത് ഇറങ്ങി അനുഭവിക്കുമ്പോഴേ യഥാർത്ഥമായിട്ട് അത് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. എന്നാലും ഈ പറയുന്ന ഉപമകളിൽ കൂടെ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു, ഫോട്ടോ കാണിച്ചു, അതിൽ കൂടെ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും, കുറച്ചെങ്കിലും ഐഡിയ കിട്ടും. അതായിരുന്നു യേശു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ യേശുവിൻ്റെ പ്രവൃത്തിയും അതുപോലെ. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ആ ഒരു ചട്ടക്കൂട്ടം, ആ ഒരു മനോഭാവം, ആ ഒരു ഫ്രെയിംവർക്ക്, ആ ഫ്രെയിംവർക്കിൽ നമ്മൾ ജീവിക്കാൻ പ്രവർത്തിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തത്, ഇത് ഒരു ടെൻഷൻ കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നു പിരിമുറുക്കം എന്നുള്ള വാക്കായിരിക്കും അതിന് ആ പിരിമുറുക്കത്തിൽ, അല്ലേ? അതാണെന്ന് തോന്നുന്നു. അതൊരു ടെൻഷനാണ്. എന്തുവാ ടെൻഷൻ? ഞാൻ പറയാം. സാത്താൻ്റെ രാജ്യം അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു കൺട്രോളിൽ ഈ ലോകം നിൽക്കുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു.
അത് നടക്കുമോ? ഒരു രാജ്യത്തിലോട്ട് വേറൊരു രാജ്യം വന്നിട്ട് അവരുടെ അധികാരം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലായിരിക്കും, അല്ലേ? നമ്മുടെ രാജ്യത്തിൽ ഡൽഹിയിൽ നമുക്കൊരു ഭരണമുണ്ട്. നമ്മളെല്ലാവരും ചിന്തയും വിശ്വാസം എന്തുവാ? അത് തന്നെ പ്രോപ്പറായിട്ടുള്ള. അതിൻ്റെ ഇടയ്ക്ക് വേറെ രാജ്യം വന്നിട്ട് അവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നടക്കത്തില്ല. ഇന്ത്യൻ സൈന്യം മൊത്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും, ജനങ്ങളും അതിനെ എതിർക്കും. അതേപോലെ സാത്താൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഈ ഭൂമിയിലോട്ട് ദൈവരാജ്യം ഇറങ്ങി വന്നു. അതൊരു യാഥാർത്ഥ്യമായിട്ട് തന്നെ ഇറങ്ങി വന്നു. എൻ്റെ മനസ്സിലുള്ള ചിന്താഗതികൾ ഫോൾട്ടി ആയിട്ടുള്ള അതല്ല, ഇത് യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കുന്നു. കാരണം യേശു പറഞ്ഞത് എന്തുവാ? ദൈവരാജ്യം വന്നു. എന്തിയേ? എവിടാ? എങ്ങനെ അറിയാം? അത് നമ്മൾ ഇനി വായിക്കാം. അതിൻ്റെ റിയാലിറ്റി ഇവിടെ കാണുന്നുണ്ട്. എന്നാലും ആ ഒരു പിരിമുറുക്കത്തിൻ്റെ കാരണം ഇതാണ്. സാത്താൻ്റെ രാജ്യം ഇവിടെ ഭരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ദൈവരാജ്യം വന്നു. ഒരു കാലത്ത് ഭാവിയിൽ ദൈവം വചനത്തിൽ ഒരു പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ വരും. ഇപ്പം ദൈവരാജ്യം വന്നിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ തെളിവ് നമുക്കുണ്ടോ? ഉണ്ട്. ദൈവം നമ്മളെ വീണ്ടെടുത്തു, പാപങ്ങൾ ബോധിച്ചു തന്നു, ദൈവമക്കളാക്കി തീർത്തു. അതിനോടൊപ്പം തന്നെ രോഗസൗഖ്യങ്ങൾ അനുഭവിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിയാനും അനേക നമ്മൾ ഓരോരുത്തരെയും ദൈവം പല പല രീതിയിൽ ദൈവം ചെയ്തു, യഥാസ്ഥാനപ്പെടുത്തി. റെസ്റ്റോറേഷൻ ദൈവം നമുക്ക് ചെയ്തു, സമാധാനം തന്നു, ഒത്തിരി ഒത്തിരി കാര്യം നമ്മുടെ ജീവിതത്തിൽ തന്നു. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു തെളിവാണ്. ദൈവരാജ്യം പൂർണ്ണമായിട്ട് വന്നോ? സൗഖ്യം പ്രാപിച്ചോ? തീർച്ചയായിട്ടും സൗഖ്യം പ്രാപിച്ചു. എന്നാലും അസുഖങ്ങളുണ്ടോ? ഉണ്ട്. വേദനയുണ്ടോ? ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. സ്വസ്ഥത തന്നോ? സമാധാനം തന്നോ? തന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ടോ? സമാധാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. ബന്ധങ്ങളെയൊക്കെ ദൈവം എന്ത് ചെയ്തു? യഥാസ്ഥാനപ്പെടുത്തി റിസ്റ്റോർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ചില ബന്ധങ്ങൾ തകരുന്നുണ്ടോ? ഉണ്ട്. അപ്പം ഈ രണ്ട് റിയാലിറ്റി ഇവിടെ. അത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് തമ്മിലുള്ള ഒരു പിരിമുറുക്കം. Tension. We are called to live in the tension and partner with God in forgiveness, healing, deliverance and restoration. 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? See? ക്ഷമിക്കുന്നതിലും രോഗശാന്തിയിലും വിടുതലിലും. ആ വാക്ക് ഞാൻ ചുമന്ന അക്ഷരത്തിൽ ഇട്ടത് അത് കറക്റ്റ് വാക്കാണെന്ന് എനിക്ക് അങ്ങോട്ട് ഷുവറല്ല. പുനഃസ്ഥാപിക്കുക, മനുഷ്യരെ റിസ്റ്റോർ ചെയ്യുക, പുനഃസ്ഥാപിക്കുക. ജീവിതങ്ങൾ തകർന്നിരിക്കുന്നത് പാപം മുഖാന്തരം, മറ്റുള്ളവരുടെ തെറ്റ് മുഖാന്തരം, മറ്റുള്ളവരുടെ പ്രവൃത്തി മുഖാന്തരം, സാത്താൻ്റെ പ്രവൃത്തി, ഏതൊക്കെ കാരണത്താൽ തകർന്ന ജീവിതങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു? യഥാസ്ഥാനപ്പെടുത്തുന്നു. അതിനെ ഒരു പൂർണ്ണതയിലോട്ട് കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ചില കാര്യം നോക്കാം. അടുത്ത സ്ലൈഡിലോട്ട്. നമ്പർ 1, Jesus lived his daily life in the reality of the kingdom. യേശു ഓരോ ദിവസവും ജീവിച്ചത് ഈ ഒരു യാഥാർത്ഥ്യത്തിലാണ്. ഏത് യാഥാർത്ഥ്യം? ദൈവരാജ്യം വന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിൽ യേശു ജീവിച്ചു. ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ജീവിക്കണം. യേശു അങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചത് കൊണ്ട് പണ്ട്, ഇപ്പം ഗൂഗിൾ മാപ്സ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വണ്ടി ഓടിക്കുമ്പോൾ വഴി ചോദിക്കാൻ എളുപ്പമായിരുന്നു. പണ്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഒരു സ്ഥലപ്പേര് പറഞ്ഞാൽ മതി, കോട്ടയം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും ഇന്ന വഴി, അല്ലെങ്കിൽ കായംകുളം ഇങ്ങോട്ട് പോകാൻ പറയും. ഒന്നും അറിയത്തില്ലെങ്കിൽ അവർ പറയും അതിൻ്റെ ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് ആ മുക്കിൽ ചെന്നിട്ട് അവിടെ അവരോട് ചോദിച്ചാൽ മതി. അറിയത്തില്ലെന്ന് നമ്മുടെ ആൾക്കാർ ആരും പറയത്തില്ലേ, ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഇപ്പോഴോ
ആർക്കും ഒന്നും അറിയത്തില്ല. കാരണം ഭാഷ പോലും സംസാരിക്കുന്നില്ല. ഏത് ഭാഷയാണ് സംസാരിക്കണമെന്ന് നമുക്കറിയത്തില്ല, അല്ലേ? ഞാൻ ഇവിടുത്തുകാരനല്ല. അവർ ഹിന്ദിയിലുമായിരിക്കും പറയുന്നത്. പിന്നെ എന്നെപ്പോലുള്ള ഹിന്ദിക്കാർക്കൊന്നും മനസ്സിലാകത്തുമില്ല. യേശു അങ്ങനെ ജീവിച്ചത് കൊണ്ട്, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ മനോഭാവം, അതിലെ ചില കാര്യം ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഇത് കണ്ടില്ലയോ, ഹി വാസ് ഹോംലെസ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 8:20. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ അങ്ങയുടെ കൂടെ വന്നേക്കാം, അങ്ങയുടെ ശിഷ്യനായിരിക്കാം, അങ്ങേ അനുഗമിക്കാം. യേശു ഞാൻ മനസ്സിലാക്കുന്നത് പറയുന്നതുകൊണ്ട്, ഞാൻ ഹോംലെസ്സാണ്, എനിക്കിവിടെ ഒന്നുമില്ല, ഇവിടെ അല്ല എൻ്റെ വീട്, ഇവിടെ ഒന്നുമില്ല എനിക്ക്, പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്, എൻ്റെ കൂടെ വരുന്നത് എന്നാ എൻ്റെ തർജ്ജിമ. അങ്ങനെ യേശു പറഞ്ഞത്. ഒരു വീട് വേണ്ട എന്നാന്ന് പറയുന്നത് അല്ല, വീട് വേണം, നല്ല കാര്യം തന്നെ. വീട് വേണോ? ആ വേണം. വേണോ? ആ തൽക്കാലത്തേക്ക് അല്ലേ. വണ്ടി മേടിക്കുമ്പോൾ നമുക്കറിയാം, നല്ല വണ്ടി മേടിക്കണം, നല്ല ഓപ്ഷൻസ് വേണം, ഫീച്ചേഴ്സ് വേണം, ഇത് വേണം, അത് വേണം എന്നെല്ലാം അറിയാം. എന്നാലും നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഒരു 10-15 വർഷം ആകുമ്പോഴത്തേക്ക് ആ സംഭവം ഒരു പാട്ടയാണ്, തുരുമ്പിഴിച്ച് അത് ആക്രിക്ക് കൊടുക്കാനേ കൊള്ളത്തുള്ളൂ എന്ന് നമുക്കറിയാം. മാക്സിമം 15 വർഷം. അതുകൊണ്ടാണ് ഗവൺമെൻറ് 15 വർഷത്തെ ടാക്സും നേരത്തെ അങ്ങ് മേടിക്കും. അത്രേ ഉള്ളൂ എന്നറിയാം. മാക്സിമം തള്ളി നീക്കി കൊണ്ടുവന്നാൽ ഉള്ള ചിന്ത ആയതുകൊണ്ട്. അതുകൊണ്ട് വണ്ടി വേണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, വേണം. എന്നാലും നമ്മുടെ മനസ്സിലൊരു മനോഭാവം വേണം, ഇത് പൊളിയാനുള്ള സാധനമാണ് എന്നുള്ള ചിന്തയും കൂടെ വേണം. ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, ഇല്ല, അത് ബേസിക്കലി പാട്ടയാണ്. നല്ല വില വാങ്ങിക്കും അവർ, അത് വേറെ കാര്യം. എന്നാലും അതിൻ്റെ റിയാലിറ്റി. ഭവനം വേണോ? തീർച്ചയായിട്ടും വേണം. എന്നാലും ഇതൊന്നുമല്ല നമ്മുടെ ഭവനം. യേശുവിൻ്റെ മനസ്സിലൊരു യാഥാർത്ഥ്യം ഇതായിരുന്നു, ഇതെൻ്റെ സ്ഥലമല്ല, ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ ഭവനമല്ല, എനിക്ക് വേറെ ഭവനമുണ്ട്, ഇതിനെക്കാട്ട് ഉന്നതമായിട്ട് ഭവനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കാര്യമോ? എൻ്റെ കാര്യമോ? നിങ്ങളുടെ കാര്യമോ? നമ്മുടെ കാര്യമോ? ഇവിടെ തങ്ങിക്കൂടാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്നേക്കും 70 ഏറെ ആയാലും 80, പിന്നെ ചിലർക്ക് ഇച്ചിരി ബോണസ് കിട്ടുന്നു, അത്രയൊക്കെ ഉള്ളല്ലോ. എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും, വണ്ടിയോ വീടോ ഏത് കാര്യമാണെന്നാലും എല്ലാം താൽക്കാലികമായിട്ടുള്ളതാണല്ലോ. എന്നാലും ഇതിനപ്പുറം ദൈവം നമുക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ടെന്നും അറിയാമല്ലോ. ആ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ജീവിക്കുവാണെങ്കിൽ, ശ്രദ്ധിച്ചോണേ, അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഇവിടെ ജീവിക്കാൻ ഒക്കുവാണെങ്കിൽ, എനിക്കുണ്ടായിരുന്ന പോലുള്ള തെറ്റായിട്ടുള്ള ഫോൾട്ടി ആയിട്ടുള്ള ചിന്തയല്ല, ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. യെസ്, എനിക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. ഇവിടെ ഭവനം വേണോ? വേണം. എന്നാലും അത് വലിയ കാര്യമാക്കണ്ട. അടുത്തത്, he expected to go to the Father. യേശുവിൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു, യേശു മടങ്ങി പിതാവിൻ്റെ അടുത്ത് പോകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:28 വളരെ ക്ലിയറായിട്ട് യേശു അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകുക. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. യേശു പറയുന്നത് കേട്ടാൽ, ഞാൻ അടുത്ത ഫ്ലൈറ്റിന് കയറിയിട്ട് ഞാനൊരു 2 മാസം കഴിഞ്ഞ് തിരിഞ്ഞ് വരും,
ആൻറ്റി പോയേക്കുക കേട്ടോ, മക്കളുടെ അടുത്തോട്ട് UK പോയേക്കുക. എനിക്ക് തോന്നുന്നു 1-2 മാസത്തിനകം ആൻറ്റി തിരിച്ചു വരും. യേശു പറയുന്നു, ഞാൻ പോവുക എൻ്റെ പിതാവിൻ്റെ അടുത്ത്, എന്നാൽ ഞാൻ മടങ്ങി വരും, നിങ്ങളെയും കൊണ്ടുപോകും. നോക്കിയേ, യേശുവിൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു, ഞാൻ വീട്ടിൽ പോവുക, പിതാവിൻ്റെ അടുത്ത് മടങ്ങി പോവുക. അത് യേശുവിൻ്റെ ഒരു റിയാലിറ്റി ആയിരുന്നു. യേശു ജീവിച്ച സമയത്ത് ഒത്തിരി തിരസ്കരണവും ഒത്തിരി ദുഃഖവും വേദനയും ഒക്കെ അനുഭവിച്ചതാണ്. അവസാനം ക്രൂശീകരണത്തിൻ്റെ ആ കഷ്ടത മാത്രമല്ല കേട്ടോ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട് ഒത്തിരി അനുഭവിച്ചു. അത് ഭയങ്കരമായിരുന്നു അവസാനത്തെ സമയത്ത്, അത് തീർച്ചയായിട്ടും ഭയങ്കരമായിരുന്നു. എന്നാലും ഒത്തിരി യേശു അനുഭവിച്ചു. എങ്ങനെ ഇത് പിടിച്ചു നിന്നു? യേശുവിനറിയാം പിതാവിൻ്റെ അടുത്ത് മടങ്ങിപ്പോവുക. ഇതൊന്നും വലിയ കാര്യമാക്കിയിട്ടേ, ഇതൊരു താൽക്കാലികമായിട്ടുള്ള, ചിന്തിച്ചു നോക്ക, നിത്യത അതെത്ര ഉണ്ട് അതെനിക്കറിയത്തില്ല, അതെനിക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല അല്ലേ. നിത്യത ഇങ്ങനെ കിടക്കുക, അങ്ങ് പുറമോട്ട് കിടക്കുക. പിന്നെ ഒരു കാലഘട്ടം ശ്രദ്ധിച്ചോണേ, ഇവിടം തൊട്ട് ഇവിടം വരെ ഭൂമി സൃഷ്ടിച്ചു. ആദ്യം തൊട്ട് ഒരു ടൈമിംഗ് ഉണ്ട് നമുക്കല്ലേ, വാച്ച് കൈവച്ചേക്കുന്നു, ഒരു ടൈമിംഗ് ഉണ്ട്. ആ ഭൂമിയുടെ അവസാനം വരെ ഒരു കാലഘട്ടം. അതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് നമ്മളൊരു ചെറിയൊരു പൊടി പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ വരുന്നു? നിത്യത വരുന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചതോ അതുപോലൊരു കുറച്ച് സമയം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ബാക്കി സമയം വീഴുമോ? നിത്യതയില്ല. ദൈവരാജ്യത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തിലാണ്. അപ്പം യേശു എന്ത് ചെയ്യുമായിരുന്നു? യേശു അതേ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോഴും ജീവിച്ചു. യേശുവിൻ്റെ മനസ്സിലെ പ്രതീക്ഷ എപ്പോഴാണ് ഇതായിരുന്നു, ഞാൻ പോവാ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോവാ. അതുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടതയും വേദനയും ഒന്നും കാര്യമാക്കിയില്ല, അതൊരു വിഷയമല്ലായിരുന്നു. കാരണം യേശു പിതാവിൻ്റെ അടുത്ത് പോവാ. അതുകൊണ്ട് യേശു ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകും, എന്നാലും വന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അവരും അതേപോലെയുള്ള മനോഭാവം ഏറ്റെടുക്കണമെന്നായിരുന്നു യേശുവിൻ്റെ ആഗ്രഹം. എന്നാൽ അവരെന്ത് ചെയ്യുന്നു? അവരത് അങ്ങോട്ട് മനസ്സിലാക്കാൻ പാടുപെടുക. അടുത്തത്, he rejected offers of greatness. അടുത്ത സ്ലൈഡാ. Jesus rejected offers of greatness because he was already the Son of God. യോഹന്നാന്റെ സുവിശേഷം 6:15 വായിക്കാമോ? അവർ വന്ന് അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. യേശു കൊച്ചു പയ്യൻ്റെ ഒരു പൊതിയും കൊണ്ട് 5000 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനും എക്സ്ട്രാ ബാലൻസും ഉണ്ടായിരുന്നു. ഓർക്കുന്നല്ലോ ആ കഥ, നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? യേശുവിനെ രാജാവാക്കാൻ തീരുമാനിച്ചു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അദ്ദേഹത്തെ നമുക്ക് രാജാവാക്കിയേക്കാം. നമുക്ക് പിന്നെ ഓരോ ആവശ്യങ്ങളോ ഒരു കുറവ് കാണത്തില്ല, രാജ്യത്തിനും കുറവ് കാണത്തില്ല, നമുക്കും കുറവ് കാണത്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ വയറിനും കുറവ് കാണത്തില്ല. വളരെ സന്തോഷത്തോടെ. കാരണം ഇതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഇതിന് വലിയ പ്രാധാന്യമുള്ള. അതുകൊണ്ട് അവരും ആ പ്രാധാന്യം കണ്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ നമുക്ക് രാജാവാക്കിയേക്കാം. യേശു എന്ത് ചെയ്തു? അവിടെ നിന്ന് മാറി പോയി, തനിച്ചു മലയിലേക്ക് വാങ്ങിപ്പോയി. എങ്ങനെ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല, എങ്ങനെയോ സ്ഥലം വിട്ടു. നമ്മളായിരുന്നേ പറഞ്ഞേനും, അല്ലേലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാനൊന്ന് രാജാവാണ്, അതിനുവേണ്ടി ജനിച്ചതാണ് ഞാൻ. ഇത്ര നാളും ആരും അതൊന്നും മനസ്സിലാക്കിയില്ല, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, നമ്മളൊരു വലിയ സന്തോഷമായിരിക്കും. ഇച്ചിരി ഒരു 2 ഇഞ്ച് ഉയരം കൂടി കാണും, നമ്മളങ്ങ് സന്തോഷിക്കും. യേശു പറഞ്ഞു, ഇതിനൊന്നുമല്ല ഞാൻ വന്നത്. എന്തുകൊണ്ട്?
എല്ലാത്തിനും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനാന്നുള്ളൊരു യാഥാർത്ഥ്യം യേശുവിന് മനസ്സിലുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ഏതൊക്കെ പദവി ഉണ്ടെങ്കിലും യേശുവിന് എപ്പോഴും ഉണ്ടായിരുന്ന പദവിയെക്കാട്ടിലും താഴ്ന്ന പദവിയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പദവി എന്തുണ്ടെങ്കിലും അത് സ്വർഗരാജ്യത്തിൽ യേശുവിനുള്ള പദവിയെക്കാട്ടിലും താഴ്ന്ന പദവിയാണ്. സ്തോത്രം. നിങ്ങൾ ആരുടെ മകനാ, മകളാ? ഞാൻ ആരുടെ മകനാ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മകനല്ലയോ, മകളല്ലയോ, പുത്രനല്ലയോ, പുത്രി അല്ലയോ? ആ പൊസിഷനെക്കാട്ടിലും വലിയ പൊസിഷൻ ഇവിടെ എവിടെയെങ്കിലും കിട്ടാൻ ഒക്കുമോ? ഉണ്ടോ? പൊസിഷൻ വേണ്ടെന്നല്ല, സ്ഥാനം വേണ്ടെന്നുമല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യുവേഷൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൂല്യം നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് റീഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വിഷമമാണ്. എന്നാലും ഏത് പ്രൊമോഷനാണെന്ന് പറഞ്ഞാലും എനിക്ക് എപ്പോഴും ഉള്ള പോസ്റ്റിനെക്കാട്ടിലും വലിയ പ്രൊമോഷനൊന്നുമില്ല. സ്തോത്രം. യേശു ക്രിസ്തു ആ യാഥാർത്ഥ്യത്തിലാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. നമ്മൾ പല കാര്യത്തെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്, പല വിഷമങ്ങളുള്ളിൽ കിടപ്പുണ്ട്. നമ്മളെ അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചില്ല, നമുക്ക് വില കൊടുക്കേണ്ടവർ കൊടുത്തില്ല, നമ്മളെ മാനിക്കേണ്ടവർ മാനിച്ചില്ല, കരുതേണ്ടവർ കരുതിയില്ല. ഒത്തിരി ഒത്തിരി നഷ്ടങ്ങൾ, പോരായ്മകൾ, തിരസ്കരണം, ഇതൊക്കെ നമ്മളെ ഭാരപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യൻ എന്നുള്ള നിലയിൽ അതൊരു റിയാലിറ്റിയാണ്. എന്നാലും നമുക്ക് യേശുവിനെ പോലെ ഒന്ന് ചിന്തിക്കാമോ? ആക്ച്വൽ റിയാലിറ്റി ഒന്ന് ഏറ്റെടുക്കാമോ? ഈ ഒരു റിയാലിറ്റി തന്നെയാണ് ഇത്. എന്നാലും ഇത് താൽക്കാലികമായിട്ടൊരു റിയാലിറ്റി അല്ലയോ? ഭൂമിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത്ര ഉള്ളല്ലോ, ചെറിയൊരു കാലഘട്ടമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയും വരുന്നു, നിത്യത ഇങ്ങനെ കിടക്കുക. അതല്ലയോ ഏറ്റവും വലിയ റിയാലിറ്റി? അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനും അങ്ങനെ, നമ്മുടെ ഈ ഭൂമിയിലുള്ള, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലുള്ള ഈ പൊടിപോഹലിന് അതിൻ്റെ ഇടയ്ക്കുള്ള ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും പോരായ്മകളും പലർക്കും അവരുടെ മാതാപിതാക്കളെ കുറിച്ചായിരിക്കും. പപ്പ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, മമ്മി ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അച്ഛൻ ഇങ്ങനെ ചെയ്യേണ്ടത്, അമ്മ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല, ഇന്നാരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു. ഓക്കെ, അതെല്ലാം ശരിയായിരിക്കാം. എന്നാലും എൻ്റെ ദൈവമേ, എൻ്റെ യാഥാർത്ഥ്യം ഒന്ന് മാറ്റിയെടുത്ത് ഞാൻ ഇവിടുത്തുകാരനല്ല, ഒരു ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യം ഞാനൊന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എൻ്റെ മനോഭാവം വ്യത്യാസമാകും, എൻ്റെ വികാരത്തിലുള്ള പ്രയാസങ്ങൾ അതൊന്ന് മാറി വരും. ഈ അവസ്ഥ മാറത്തില്ലായിരിക്കും, എന്നാലും ഈ അവസ്ഥയെക്കാട്ടിലും വലിയൊരു റിയാലിറ്റി അവിടെ കിടക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഒരു പങ്കാളിയാണ് ഞാൻ. ദൈവരാജ്യത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ആ പിതാവിൻ്റെ മകന ഞാൻ. ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം വ്യത്യാസമായിരിക്കും എന്ന് ചിന്തിക്കുന്നു. അടുത്തതിലോട്ട് പോകാം. Jesus preferred to spend time with the Father. നോക്കിയേ, ലൂക്കോസിൻ്റെ സുവിശേഷം 5:16. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കണ്ടോ? അവനോ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ പതിവായിരുന്നു അത് കേട്ടോ. അനേക വാക്യങ്ങൾ അത് പറയുന്നുണ്ട്.
യേശുവിൻ്റെ ഒരു റെഗുലറായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. ജനങ്ങൾ യേശുവിൻ്റെ പുറകെ നടക്കുക. ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു സ്വസ്ഥത കിട്ടത്തില്ല, അങ്ങ് ജനങ്ങളും കൂടുക. കാരണം യേശുവിൽ നിന്ന് ലഭിക്കാനൊക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാലും യേശു അവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് പോയി. എന്തിന്? പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി. സ്തോത്രം. ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്നറിയാം? So he himself often withdrew into the wilderness and prayed. Often withdrew. മലയാളത്തിൽ അത് വരുന്നില്ല. അതൊരു പതിവായിരുന്നു. withdrew. പലരും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ജനങ്ങൾ നിങ്ങൾ യേശുവിനെ നോക്കിയിരിക്കുന്നു, അങ്ങനെ നോക്കിയിരിക്കുന്നു, എന്ത്? അല്ല, എനിക്ക് എൻ്റെ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കണം. നമ്മൾ എന്തിനു പ്രാർത്ഥിക്കുന്നു? എന്തിനു ആരാധനയ്ക്ക് വരുന്നത്? ഓരോ ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, എനിക്കറിയാം പലരും വരുന്നുണ്ട്. താങ്ക് യു, വളരെ സന്തോഷമുണ്ട്. എന്നാലും എന്തിനാണ് നിങ്ങൾ വരുന്നത്? വരണ്ടെന്നല്ല, തീർച്ചയായിട്ടും വരണം, പ്രാർത്ഥിക്കണം. എന്നാലും എന്തിനാ? നമുക്കൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണോ? ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണോ? ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളൊരു ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു അംഗമായതുകൊണ്ട്, ആ പിതാവിൻ്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട്, ആ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്ന ഒരു സന്തോഷം, ദൈവമായിട്ടുള്ള സമയം ഒന്ന് എൻജോയ് ചെയ്യാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലൊരു തൃപ്തി തരുന്നത്. സ്തോത്രം. അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തി, ഒരു സന്തോഷം തരുന്ന അനേക കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ നല്ലതാണ്. എന്നാലും ഇതിനെല്ലാത്തിനും അപ്പുറമായിട്ടൊരു തൃപ്തി ദൈവമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നത്, ടൈം അലോൺ വിത്ത് ഗോഡ്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയും ആരാധനയും ഒരു പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഇതൊന്നുമല്ല. ഇത് യഥാർത്ഥമായിട്ട് നമ്മുടെ പിതാവുമായിട്ടൊന്ന് സമയം ചെലവഴിക്കാനൊരു സന്തോഷം. അതൊരു സന്തോഷത്തിന് വേണ്ടി, അതൊരു നമ്മുടെ എൻജോയ്മെൻ്റായിട്ട് ദൈവമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നത്. ഒരു പ്രോഗ്രാം പദ്ധതി നല്ല കാര്യമൊക്കെയാണ്. അതൊക്കെ അങ്ങനത്തെ ചിന്താഗതി, ഒരു താഴ്ന്ന ലെവലിലുള്ള ചിന്താഗതി, ഇച്ചിരി ഉയർന്ന ലെവലിലൂടെ നമ്മൾ വന്നിട്ട്, കർത്താവേ, എനിക്ക് എൻ്റെ ദൈവമായിട്ട് സമയം ചെലവഴിക്കണം, കർത്താവുമായിട്ട് ഒന്ന് കൂടാനൊരു അവസരം. അതാ യേശു ചെയ്തത്. ഈ ജനങ്ങളെല്ലാവരും യേശുവിൻ്റെ പുറകെ വരുന്നെങ്കിലും അവരെ അവിടെ നിർത്തിയിട്ട് പിതാവിൻ്റെ അടുത്ത് പോയി സമയം ചെലവഴിച്ചു. അനേക പ്രാവശ്യം ചിലയിടത്ത് പറയുന്നുണ്ട്, യേശു ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുമ്പോൾ, നിർജ്ജന പ്രദേശങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആരുമില്ല, അന്യമൃഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ വന്യമൃഗങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പം അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ അതുപോലത്തെ പ്ലേസിൽ പോയതുകൊണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ചിലപ്പം ചിന്തിച്ച് കാണും, ഇങ്ങനെയുള്ള മൃഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ വേറെ ആരും അടുത്ത് വന്നിട്ട് ഇനി ശല്യപ്പെടുത്തത്തില്ലെന്നും കൂടെ ചിന്തയായിരിക്കാം. ഒരു ക്വയറ്റ് പ്ലേസ് ദൈവമായിട്ട് സമയം ചെലവഴിക്കാൻ. അടുത്തത് എബ്രായലേഖനം 5:7. ഹി ഷെയർഡ് ഹിസ് ഡീപ്പസ്റ്റ് സോറോസ് വിത്ത് ഹിസ് ഫാദർ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്യം ഇത്. ഒരു വാക്യം 5:7, എബ്രായലേഖനം 5:7 നോക്കിയേ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും. യേശുവിനെക്കുറിച്ച് നമ്മുടെ ചിന്താഗതി എന്തുവാ? യേശു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് ചിന്തകളാണ് വരുന്നത്? പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അതിനകത്തെല്ലാം യേശു വളരെ കോൺഫിഡൻ്റായിട്ട് നിൽക്കുന്നു. കാറ്റും കടലിനോടും അവിടെ നിന്ന് കൽപ്പിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും പേടിച്ച്
മരണഭയം കൊണ്ട് നിൽക്കുന്ന യേശു എന്ത് ചെയ്യുന്നു? അതിനോട് പറയുക, ശാന്തമാകാൻ പറയുക. വളരെ പവർഫുള്ളായിട്ട് ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പാകെ ചെന്നിട്ട് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് പറയുക, ഇറങ്ങി വരാൻ പറയുക. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലയോ? ശരിയാ. എന്നാലും യേശുവിൻ്റെ പിതാവുമായിട്ട് സമയം ചെലവഴിച്ചപ്പോൾ ഉറച്ച നിലവിളിയോട്, കണ്ണുനീരോട് ദൈവസനിൽ മറ്റാരോടും പറയാനൊക്കാത്ത കാര്യങ്ങൾ, രഹസ്യങ്ങൾ, വേദനകൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ ഇതെല്ലാം സില്ലിയാണല്ലോ, നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത് മറ്റുള്ളവർ പറയും. എന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം പിതാവിനോട് പറയാനൊരു അവസരം യേശു എടുത്തു. അതെന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലുള്ള യാഥാർത്ഥ്യത്തിനപ്പുറം ദൈവരാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ യേശു ജീവിച്ചു. അതുകൊണ്ട് ഇവിടെ വേദനയും കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം പിതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഈ ഭൂമിയിൽ ധൈര്യത്തോട് ജീവിക്കാൻ, പ്രയാസത്തോട് ജീവിക്കാൻ, യേശുവിന് കഷ്ടതയില്ലാത്തതുകൊണ്ടല്ല, ദുഃഖമില്ലാത്തതുകൊണ്ടല്ല, വേദനയില്ലാത്തതുകൊണ്ടല്ല. സംശയം ഉണ്ടെങ്കിൽ യെശയ്യാപ്രവചനം 53-ാം അധ്യായം വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ചാൽ മതി. യെശയ്യാപ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, യേശു അങ്ങനോ? എന്തോ കഷ്ടത യേശു അനുഭവിച്ചു. അവസാനം അനുഭവിച്ച കഷ്ടത അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി എന്ത് സുഖമായിരുന്നു? അനുഭവിച്ച ഓരോ അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ എല്ലാ വേദനയും, എല്ലാ കാര്യങ്ങളും, പ്രയാസങ്ങളും, എല്ലാം പിതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ഭാരങ്ങൾ ആരോടും പറയണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പറയണം, പ്രാർത്ഥിക്കണം, അതൊക്കെ വേണം. എന്നാലും അതിനെല്ലാത്തിനും ഉപരിയായിട്ട് പിതാവിൻ്റെ അടുത്ത് പോയെന്ന് പറയണേ. അതിനെല്ലാത്തിനും ഉപരിയായിട്ട് മറ്റുള്ളവരെല്ലാവരും മാറ്റി നിർത്തിയിട്ട് പിതാവിന് കൂടുള്ള സമയത്തിന് കൂടുതൽ മൂല്യം കൊടുത്ത്, മറ്റുള്ളവരുടെ സമയം കുറച്ചാലും കുഴപ്പമില്ല, എൻ്റെ പിതാവിൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണം. എന്തിനാ? എനിക്കെൻ്റെ ഹൃദയത്തിലെ എല്ലാം ഒന്ന് പറയണം. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു കൊടുക്കുക. എബ്രായർ 5:7 നമ്മളത് ഓർക്കണം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വേറെ ഒരു യാഥാർത്ഥ്യം, നിത്യതയുടെ ഒരു യാഥാർത്ഥ്യം, ദൈവരാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ യേശു ജീവിച്ചു. അടുത്തത്, യേശു ചെയ്ത ശുശ്രൂഷയും അതേ രീതിയിലായിരുന്നു. ആ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിലാണ് യേശു ശുശ്രൂഷ ചെയ്തത്. See, his ministry was done within the framework of the kingdom of God. സ്തോത്രം. ദൈവരാജ്യം വന്നിരിക്കുന്നു. രാജ്യം, ഒരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവ് പറയുന്ന വാക്ക് ഫൈനലാ, അല്ലേ? വേറൊരു ചോദ്യമില്ല, വേറൊരു സംശയമില്ല, വേറൊരു തർക്കമില്ല. നമ്മളിപ്പോൾ ഒരു ഡെമോക്രസി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനൊരു ഫ്രീഡം ഇവിടെ ഉണ്ട്. എന്നാലും ഒരു രാജാവ് ഭരിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഫ്രീഡമില്ല. രാജാവ് എന്ത് കൽപ്പിക്കുന്നു അതെല്ലാം ചെയ്യുക. അതിനപ്പുറം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അഥവാ ഒരു രാജാവ് ഭരിക്കുന്നിടത്ത് ഞാൻ എൻ്റെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? അവരുടെ സൈന്യം വന്നിട്ട് അതിനെ ഒതുക്കും. എന്തിന്? രാജാവ് പറയുന്ന വാക്ക് അതിനെ സ്ഥിരതപ്പെടുത്താൻ വേണ്ടി. അപ്പം ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നതിനെ ഉറപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ സൈന്യമുണ്ട്, ദൂതന്മാരുണ്ട്, ദൈവത്തിൻ്റെ അധികാരം. അതിൻ്റെ ഇടയ്ക്ക് സാത്താൻ്റെ സൈന്യവും പ്രവർത്തിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു കൂട്ടിമുട്ടലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് യേശു മനസ്സിലാക്കി
അയ്യോ സാത്താൻ്റെ രാജ്യത്തിലാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഒതുങ്ങി ജീവിക്കണം, അങ്ങനല്ല യേശു ചെയ്ത്. സാത്താൻ്റെ രാജ്യത്തിൽ തന്നെ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യത്തിൽ യേശു ജീവിച്ചു. ഒന്നാമത്, ഹിസ് മിനിസ്ട്രി വാസ് എവിഡൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ കിങ്ഡം. ലൂക്കോസിൻ്റെ സുവിശേഷം 11:20. യേശു ചെയ്ത ശുശ്രൂഷ ദൈവരാജ്യം വന്നിരിക്കുന്നതിന് തെളിവ് കാണിക്കുമായിരുന്നു. വായിക്കാമോ? ലൂക്കോസ് 11:20. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. അതായിരുന്നു തെളിവ്. യേശു ചെയ്ത ഓരോ പ്രവൃത്തികൾ, അത്ഭുതം പ്രവർത്തിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അടയാളങ്ങൾ ചെയ്തു, ഇതെല്ലാം തീർച്ചയായിട്ടും യേശു കഷ്ടതയിലായിരിക്കുന്ന ജനങ്ങളോട് കരുണ കാണിക്കുമായിരുന്നു, അത് സംശയമില്ല. എന്നാലും അതൊരു തെളിവായിരുന്നു ദൈവരാജ്യം വന്നിരിക്കുന്നു. But if I cast out demons with the finger of God, meaning the power of God, surely the kingdom of God has come upon you. ദൈവരാജ്യം ഈ ഭൂമിയിലുണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടില്ലയോ? സാത്താൻ്റെ രാജ്യം ഈ ഭൂമിയിലുണ്ടോ? ഉണ്ട്. അത് നമ്മൾ രാവിലത്തെ പത്രം തുറന്ന് നോക്കിയാൽ അറിയാം. അതിൻ്റെ ഫ്രണ്ട് പേജ് പ്രത്യേകിച്ച് അല്ലേ? എവിടെ ഉണ്ട്? യുദ്ധമുണ്ട്, ക്ഷാമമുണ്ട്, കഷ്ടതയുണ്ട്, കൊലപാതകമുണ്ട്, എല്ലാ കാര്യങ്ങളും ഇഷ്ടംപോലെ നടക്കുന്നു. സാത്താൻ്റെ രാജ്യത്തിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദയവായിട്ട് ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമ്പോഴും മുന്നോട്ട് നിന്നൊരു സാക്ഷ്യം പറയണേ. സ്തോത്രം. ആരുടെ പേര് പറയണമെന്നില്ല, ഇന്നാർ പ്രാർത്ഥിച്ച് അതിനൊന്നും ആവശ്യമില്ല. എന്നാലും കർത്താവിനെ സൗഖ്യമാക്കി കർത്താവിൻ്റെ നാമം ഒന്ന് ഉയർത്താൻ വേണ്ടി പറയാം. സ്തോത്രം. അതെൻ്റെ റിയാലിറ്റിയാണ്. യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവരാജ്യം വന്നിരിക്കുന്ന തെളിവായിരുന്നു. നമ്മുടെ മനസ്സിലും അത് തെളിവായിരിക്കണം. കാരണം ഓരോ ദൈവപ്രവൃത്തി അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയും പ്രയാസവും നമ്മൾ അത് വാല്യൂ കുറച്ച് 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 കൊണ്ടുപോകണം. മർക്കോസിൻ്റെ സുവിശേഷം 3:27 അടുത്ത സ്ലൈഡാണ്. ഞാൻ ഈ വാല്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഞാൻ കൊടുത്തിട്ടുള്ളൊരു ഉദാഹരണം അല്ലേ, ഒരു കൊച്ചു പയ്യൻ്റെ അടുത്ത്, ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് ഒരു ബോക്സ് നിറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു കയ്യിൽ അത് കൊടുക്കുക, മറ്റേ കയ്യിൽ ഒരു 10,000 രൂപ ക്യാഷായിട്ട് എടുത്ത് വയ്ക്കുക. ചോദിക്കുക, മോനെ നിനക്ക് ഏത് വേണം? എനിക്ക് ചോക്ലേറ്റ് മതി എന്ന് പറയും. ആ കവറിനകത്ത് 10,000 ആയിക്കോട്ടെ 1,00,000 രൂപ വന്നില്ല, ആ കുഞ്ഞ് പറയും എനിക്ക് ചോക്ലേറ്റ് മതി എന്ന് പറയും. എന്തെടുക്കാനായി പൈസയും കൊണ്ട്? ആ കുഞ്ഞിൻ്റെ വാല്യൂ ആ രീതിയിലാണ് അല്ലേ? നമ്മളത് നോക്കുമ്പോൾ പറയും, ആർക്ക് വേണം മുട്ടായി? ഞാൻ ആ 1,00,000 രൂപ എടുത്തോളാം, അല്ലെ 10,000 രൂപ ഞാൻ എടുത്തോളാം. വാല്യുവേഷൻ ഡിഫറൻസ് ഉണ്ട്, മൂല്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ സാധനമായിരിക്കും, എന്നാലും ആ മനോഭാവം, ആ ചിന്താഗതി അനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറുന്നു. സാധനം മാറുന്നോ? ഇല്ല, എന്നാലും എൻ്റെ വാല്യൂ മാറുന്നുണ്ട്. വായിക്കാം 3:27. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. യേശു ക്രിസ്തു വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയതാണ് യേശുവിൻ്റെ ശുശ്രൂഷ. സാത്താൻ ബന്ധിച്ചിരിക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടി. സ്തോത്രം. സാത്താൻ ബന്ധിച്ചിരിക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടി. റൈൻഹാർഡ് ബോങ്കെ ഈ വാക്യത്തെ ബേസ് ചെയ്തായിരുന്നു പുള്ളി എപ്പോഴും പറയുമായിരുന്നു അല്ലേ? ആ ഒരു വാക്ക്, പ്ലണ്ടറിങ് ഹെൽ ടു പോപ്പുലേറ്റ് ഹെവൻ. യേശു മനസ്സിലാക്കിയതാണ്. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു വ്യക്തിയുടെ രൂപാന്തരത്തിന് ഏത് ശുശ്രൂഷ നമ്മൾ ചെയ്താലും നമ്മളിതാ ചെയ്യുന്നത്. യേശു അത് ക്ലിയറായിട്ട് മനസ്സിലാക്കി. ഒരു വാക്യം കൂടെ വായിക്കാം, അടുത്തത്. സൺ ഓഫ് ഗോഡ് കെയിം ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് സേറ്റൻ. 1 യോഹന്നാൻ 3:8.
ഇതും കൂടെ ഉള്ളൂ. ഇനി ഒത്തിരി വാക്യങ്ങൾ ഞാൻ വായിച്ച് ഈ പ്രാവശ്യം ക്ഷമിക്കണം. ഞാൻ സാധാരണ ഒരു പാസേജ് ഫോക്കസ് ചെയ്യുന്ന, എന്നാലും ഈ ടോപ്പിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സാമ്പിളായിട്ട് എടുത്ത് കാണേണ്ടത് അത്യാവശ്യമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. For this reason the Son of Man came to destroy the works of Satan. See? സാത്താൻ ഏതൊക്കെ പ്രവൃത്തികൾ ഈ ഭൂമി ചെയ്തിട്ടുണ്ടോ അതിനെ തകർക്കാൻ യേശു വന്നു. ദൈവജനമേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പിതാവിൻ്റെ മക്കളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഒന്ന്, നമ്മുടെ ചിന്ത ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് മാറ്റിയെടുക്കണം. അയ്യോ എൻ്റെ ജീവിതത്തെ കഷ്ടത, അയ്യോ എനിക്ക് വേദന, അയ്യോ എനിക്ക് പ്രശ്നം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ വേദനയും പ്രശ്നവും ബുദ്ധിമുട്ടും എല്ലാം, ഈ രോഗവും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒരു ബ്രോഡായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതം ഓരോ സ്റ്റെപ്പ് എടുക്കുന്നതും വ്യത്യസ്തമായിട്ട് സ്റ്റെപ്പ് എടുക്കണം. അപ്പോഴത്തേക്ക് മൂല്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഞാൻ ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ മൂല്യങ്ങൾക്ക് യാഥാർത്ഥ്യം അനുഭവം മാറുന്നില്ലായിരിക്കും, എന്നാലും അതിൻ്റെ വാല്യുവേഷൻ വ്യത്യാസമാണ്. അനുഭവം മാറുന്നില്ലായിരിക്കും, അതിൻ്റെ മൂല്യങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു ബോക്സ് ചോക്ലേറ്റ് തന്നെയാണ്, അത് മാറ്റം വരുന്നില്ല. അല്ലെങ്കിൽ ഒരു 10,000 രൂപ മറ്റേ കൈ പിടിച്ചെങ്കിൽ 10,000 രൂപ തന്നെയാണ്. എന്നാലും അത് നോക്കുന്ന വ്യക്തിയുടെ വ്യത്യാസം അനുസരിച്ചിരിക്കും അതിൻ്റെ മൂല്യം. ഒരു കുഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും 100% മൂല്യം ചോക്ലേറ്റിനാണ്. നമ്മൾ പറയാം ആ കുഞ്ഞിനൊന്നും അറിയാത്തതുകൊണ്ട്. അല്ലല്ല, ആ കുഞ്ഞിന് വാല്യൂ അതാ. പ്രായമുള്ള വ്യക്തി പറയും എനിക്ക് ആ 10,000 തന്നാൽ 1,00,000 രൂപ തന്നേരും, ആർക്ക് വേണം മുട്ടായി? ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും ഏതൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിൻ്റെ വാല്യുവേഷൻ ഒന്ന് മാറ്റിയെടുക്കാമോ? യഥാർത്ഥമായിട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാ, എൻ്റെ പിതാവിൻ്റെ മകളാ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ഓരോ അനുഭവത്തെ ഒന്ന് റീവാല്യുവേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കിതെല്ലാം മൊത്തമായിട്ടൊന്ന് നോക്കാം. ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ജീവിക്കണം, അല്ലേ? യേശു പറഞ്ഞു മനുഷ്യപുത്രന് തലചായ്ക്കാൻ സ്ഥലമില്ല. ഒന്നാമത് ഒരു ഭവനമോ ഇത് എല്ലാം നമുക്ക് വേണം, എന്നാലും അതിനെപ്പറ്റി ഒത്തിരി ഒന്ന് ഭാരപ്പെടാൻ പോരുതേ. സ്തോത്രം. ജീവിതകാലം മുഴുവനും എനിക്ക് ഇത് നേടണം എന്ന് പറഞ്ഞ് പരിശ്രമിച്ച് 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സായി അത് കഴിഞ്ഞിട്ടും കിടന്ന് യുദ്ധം ചെയ്യുന്നു, പരിശ്രമിക്കുന്നു. എത്രയും കൂടെ ഉണ്ട് ജീവിതം. രണ്ടാമത് യേശുവിൻ്റെ പ്രതീക്ഷ പിതാവിൻ്റെ അടുത്ത് മടങ്ങിപ്പോകുന്നു. സ്തോത്രം. ആ പ്രതീക്ഷയിലൊന്ന് ജീവിക്കാമോ? നാളത്തെ കാര്യത്തെക്കുറിച്ച് മറ്റന്നാളത്തെ കാര്യത്തെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന, വേദനയോടിരിക്കുന്നത് ആരൊക്കെയുണ്ട്? നമ്മളെല്ലാവരും ആയിരിക്കാം. എന്നാലും പിതാവിൻ്റെ അടുത്ത് മടങ്ങിപ്പോവാന്നുള്ള ചിന്തയൊന്ന് വയ്ക്കാമോ? ആ ഒരു യാഥാർത്ഥ്യത്തിലൊന്ന് ജീവിക്കാമോ? മൂന്നാമത്, he rejected offers of greatness because he was already the Son of God. എപ്പോഴേ യേശു ദൈവപുത്രനായിരുന്നു എന്നുള്ള കോൺസെപ്റ്റ് അല്ല, റിയാലിറ്റി ദൈവപുത്രനാ. അതേ ദൈവത്തിൻ്റെ മകനല്ലയോ മകളല്ലയോ ഇരിക്കുന്നത്? ഈ ഭൂമിയിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടിയില്ല, പൊസിഷൻ കിട്ടിയില്ല, പ്രൊമോഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടാത്തൊക്കെ ഒത്തിരി കാണും. സ്തോത്രം. ഒത്തിരി ഭാരപ്പെടേണ്ട. അതിനെക്കാട്ടിലും വിലപിടിപ്പുള്ള ഒരു പൊസിഷൻ നമുക്ക് എപ്പോഴും ഉണ്ട്. ബാക്കി ഏത് പൊസിഷൻ ഈ ലോകത്ത് നമുക്ക് കിട്ടാമോ അതിനെക്കാട്ടിലും കുറഞ്ഞതാണെന്നൊരു യാഥാർത്ഥ്യം. അടുത്തത്, he preferred to spend time with the Father. പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് കൂടുതൽ യേശുവിന് മൂല്യമായിരുന്നു. he valued that more. സ്തോത്രം. എങ്ങനെങ്കിലും ജനങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോയി പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കണം. എവിടെ ഒരു എക്സ്ട്രാ ടൈം കിട്ടും? നമുക്ക് വരുന്ന പ്രശ്നം എക്സ്ട്രാ എവിടെ ടൈം കിട്ടിയാൽ നമ്മുടെ മൊബൈലെ കയ്യിലെടുക്കും. അതൊരു യാഥാർത്ഥ്യമാണ്.
എനിക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. എന്തിൻ്റെ മെസ്സേജ് നോക്കുന്നു, ഇമെയിൽ നോക്കുന്നു, ഓരോരോ കാര്യം ഇഷ്ടംപോലെ കാര്യം തീരാതെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് യേശു നേരെ തിരിച്ചായിരുന്നു. ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് എൻ്റെ പിതാവിൻ്റെ കൂടെ സമയം തരുന്നു. യേശുവിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു, അത് റിയാലിറ്റി ആയിരുന്നു. നമ്മുടെ റിയാലിറ്റി ഒന്ന് റീഫോക്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. അഞ്ചാമത്, he shared his deepest sorrows with the Father. ഇത് 2, 4, 5 ഒരു കണക്റ്റഡാണ്. യേശുവിൻ്റെ ഏറ്റവും ആഴമായിട്ടുള്ള വേദനയോ പ്രയാസമോ ദുഃഖമോ ഏതൊക്കെയുണ്ടോ അതെല്ലാം പിതാവിൻ്റെ അടുത്ത്. സ്തോത്രം. കാരണം യേശുവിനറിയാം മനുഷ്യനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. സ്തോത്രം. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ശുശ്രൂഷ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി, ഈ സഭയിലൂടെ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി, നമ്മുടെ പ്രവൃത്തി ആ ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിലാണ്. ഏതൊക്കെ രീതിയിൽ ദൈവപ്രവൃത്തി നമ്മൾ അനുഭവിക്കുന്നു അതൊരു തെളിവാണ്. ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയിലായിട്ടുണ്ടോ? ഇല്ല. അത് തമ്മിലുള്ളൊരു ഒരു 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 ടെൻഷനാണ്, ഒരു പിരിമുറുക്കമാണ് അല്ലേ, ഒരു ടെൻഷനാണ്. ദൈവരാജ്യം വന്നിരിക്കുന്നു, അതിൻ്റെ തെളിവ് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ സാത്താൻ്റെ രാജ്യവും ഈ ഭൂമിയിലുണ്ട്. രണ്ടാമത്, ജീസസ് കെയിം ടു ബൈൻഡ് ദ സ്ട്രോങ് മാൻ ആൻഡ് ഫ്രീ ദ പ്രിസണേഴ്സ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ ഇതാണ്. സാത്താൻ ബന്ധിച്ചിരിക്കുന്ന അനേക ജനങ്ങളെ അവരെ ഒന്ന് വിടുവിച്ച് സ്വതന്ത്രനാക്കാൻ യേശു അങ്ങനെ തന്നെ ഈ ഭൂമി പ്രവർത്തിച്ചു. നമ്മളെക്കുറിച്ചും യേശു അത് തന്നെ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, the Son of God came to destroy the works of Satan. സ്തോത്രം. അതിനെ പങ്കാളി നമ്മൾ കേട്ടോ. സാത്താൻ എന്തൊക്കെ ചെയ്യുന്നോ അതിനെ തകർക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ഈ ക്രിസ്തീയ ജീവിതം ഒരു ബോറിംഗ് ആയിട്ടൊരു ജീവിതമല്ല കേട്ടോ. ക്രിസ്തീയ ജീവിതം ഒന്ന് പ്രാർത്ഥിച്ചു സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു പോകാൻ അങ്ങനത്തെ മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബോറിംഗ് ആയതിന്. ആർക്ക് വേണം? എന്നാലും സാത്താൻ ബന്ധിച്ചിരിക്കുന്നവരെ വിടുവിക്കാനും, സ്തോത്രം, ഒരു ദൈവപ്രവൃത്തി നമ്മൾ അനുഭവിക്കാനും, ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമി ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യത്തിൽ നമ്മളൊന്ന് ജീവിക്കാമോ? ആ ബോർഡ് മാറിക്കിട്ടും. സ്തോത്രം. ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ അതിൻ്റെ വാല്യൂ ഒന്ന് അതിനെല്ലാത്തൊന്ന് റീവാല്യുവേഷൻ ചെയ്യുമ്പം അല്ലെങ്കിൽ റീവാല്യുവേഷൻ ചെയ്ത് അതിൻ്റെ മൂല്യങ്ങളെ ഒന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത് അത്യാവശ്യമാണ്. സ്തോത്രം.